ഈ യാതനാ സ്ഥലത്ത് നിന്ന്, കീഴെയുള്ള പാതാളത്തിൽ നിന്ന്, അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പിടികിട്ടിയ? അപ്പൊ പിന്നെ അടുത്തത്, അങ്ങനെ കീഴെയുള്ള പാതാള യാതനാ സ്ഥലമാണെങ്കിൽ അതിന് മീതെയുള്ളത് എവിടെയാ? അതാണ് ഈ അബ്രഹാമിന്റെ മടി. അബ്രഹാമിന്റെ മടി. പിടികിട്ടിയോ? അപ്പോൾ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ? ഇവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഇവന്റെ ആത്മാവ് എവിടെയാണ്? കേട്ടോളുക, യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ പാതാളത്തിന്റെ മീതെയുള്ള തട്ടിലും, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പാതാളത്തിന്റെ കീഴെയുള്ള തട്ടിലുമാണ്. അഥവാ യാതനാസ്ഥലം, അധമ പാതാളം. ഇനി ഇന്നെവിടെയാ? ഇന്ന് മീതെയുള്ള ആ പാതാളം കാലിയായി കിടക്കുക. അവിടെ ഇപ്പോൾ ആത്മാക്കളില്ല. അഥവാ വിശുദ്ധന്മാർ അവിടെ ഇല്ല. അവരെവിടെ പോയി? വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുത്താട്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. എഫേസ്യ ലേഖനം 4-ന്റെ 8-9 വേഗത്തിൽ വായിച്ചാട്ട്. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി കേട്ടോണം, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഒന്ന് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി. 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ ആരംഭ ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ എനിക്ക് അറിയാം. 14 സംവത്സരത്തിന് മുൻപ് പറഞ്ഞേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അടുത്തത് പറയുന്നത്, ശരീരത്തോടുകൂടിയോ ശരീരം കൂടാതെയോ ഞാൻ അറിയുന്നില്ല. അടുത്തത് പറയുന്നത്, അടുത്തത് പറയുന്നത് പർദീസയോളം എടുക്കപ്പെട്ടു. മനസ്സിലാക്കണം, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയാം. 14 സംവത്സരം മുൻപ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. രണ്ടാമത് പറയുകയാണ് പർദീസയോളം എടുക്കപ്പെട്ടു. ചോദ്യം, അപ്പൊ പർദീസ എന്താ? പർദീസ സമം 3-ാം സ്വർഗം, 3-ാം സ്വർഗം സമം പർദീസ. അപ്പോൾ ചിന്തിക്കുക, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നതുവരെ വിശുദ്ധന്മാരുടെ അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ എവിടെയാണ്? മീതെയുള്ള പർദീസയിലാണ്. സ്തോത്രം. 3-ാം സ്വർഗത്തിലാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ദുഷ്ടന്മാരുടെ ആത്മാക്കൾക്ക് യാതൊരു സ്ഥാനമാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്നും എവിടെ കിടക്കുക? അധമ പാതാളത്തിൽ, യാതനാ സ്ഥലത്താണ്. പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കണം, വിശുദ്ധ ബൈബിൾ പറയുന്നത് ഏതു മനുഷ്യനും ഉറച്ചു നിന്ന് ഒരു ശ്വാസം. മനസ്സിലായോ? നമ്മൾ എന്താ അഹങ്കരിക്കാന്? അതുകൊണ്ടാണ് എനിക്കറിയാം, യാക്കോബ, കത്തോലിക്ക തുടങ്ങിയ സമൂഹങ്ങളിൽ ശവസംസ്കാര ശുശ്രൂഷയിൽ ശവം എടുക്കുന്നതിന് മുൻപ് ശുശ്രൂഷകർ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, ഇതാണ് മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ധനവാൻ തന്റെ ധനത്തെ പ്രശംസിക്കരുത്. ഇതാണ് മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ബലവാൻ തന്റെ ബലത്തെ പ്രശംസിക്കരുത്. ഇതാണ് മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ജ്ഞാനി തന്റെ ജ്ഞാനത്തെ പ്രശംസിക്കരുത്. ഈ രാത്രി പറയട്ടെ, അതുകൊണ്ട് ഏത് നിമിഷത്തിലും മനുഷ്യൻ മരിക്കാം. നാം മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഈ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പുറത്തു വിട്ടിട്ട് അടുത്ത ഓക്സിജൻ എടുക്കണമെങ്കിൽ ഉയരത്തിലെ തമ്പുരാൻ അനുവദിക്കണം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, ഏതു മനുഷ്യനും ഉറച്ചു നിന്ന ഒരു ശ്വാസം. അങ്ങനെങ്കിൽ പന്തലിനകത്തും പുറത്തും വീടുകളിലും തെരുവിലുമായി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഓർപ്പിക്കട്ടെ, തുറന്നിരിക്കുന്ന കണ്ണ് ഇന്ന് രാത്രി തിരുമിയടയ്ക്കുകയും നിന്റെ താടി രണ്ടും കൂടെ കൂട്ടിക്കെട്ടുകയും കൂടെ ചെയ്താൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? യാതനാ സ്ഥലത്തായിരിക്കുമോ അതോ ഇമ്പങ്ങളുടെ പർദീസയിലായിരിക്കുമോ? ഒരു പാട്ടുകാരൻ ചോദിക്കുന്നു, ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിന്റെ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിന്റെ മുൻപിലെന്ന്. അടുത്തത് 3-ാമത്തെ പോയിന്റ്, പുനരുത്ഥാനത്തിന്റെ സ്വഭാവം എന്താണ്?
യോഹന്നാൻ 5:28-29 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. പുനരുത്ഥാനത്തിന്റെ സ്വഭാവം. 1, പുനരുത്ഥാനത്തിന്റെ തെളിവ് ചിന്തിച്ചു. 2, വരയുഷന്റെ അവസ്ഥ, അവൻ എവിടെയാണ്, അത് നാം ചിന്തിച്ചു. 3, പുനരുത്ഥാനത്തിന്റെ സ്വഭാവം. വേഗത്തിൽ വായിച്ചാട്ട്. യോഹന്നാൻ 5:28-29. കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇവിടെ പുനരുത്ഥാനത്തിന്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്, അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെ. കേട്ടോളുക, 2 വിധ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 വിധ സ്വഭാവം. 1, നന്മ ചെയ്തവർ ജീവനായി ഉയർത്തെഴുന്നേൽക്കും. 2, തിന്മ ചെയ്തവർ ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. പിടികിട്ടിയ? അപ്പൊ പുനരുത്ഥാനത്തിന്റെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ 2 സ്വഭാവങ്ങളിൽ 1, ഒരു കൂട്ടര് ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും, മറ്റൊരു കൂട്ടര് ന്യായവിധിക്കായി ഉയർത്തെഴുന്നേൽക്കും. ഈ 2 ഉയർത്തെഴുന്നേൽപ്പേ ഉള്ളൂ. ഈ 2 പുനരുത്ഥാനത്തിനാണ് 1-ാം പുനരുത്ഥാനമെന്നും പറഞ്ഞേ 2-ാം പുനരുത്ഥാനമെന്നും പറയുന്നത്. പിടികിട്ടിയ? ഒരു കൂട്ടര് ജീവനിലേക്കും ഒരു കൂട്ടര് ന്യായവിധിയിലേക്കും. ഈ 2 പുനരുത്ഥാനങ്ങളല്ലാതെ 3-ാമതൊരു പുനരുത്ഥാനമില്ല. പിടികിട്ടിയ? ജീവനിലേക്കുള്ള പുനരുത്ഥാനത്തിനാണ് 1-ാം പുനരുത്ഥാനം. ന്യായവിധിയിലേക്കുള്ള പുനരുത്ഥാനമാണ് 2 പുനരുത്ഥാനമേ ഉള്ളൂ. കേട്ടോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. ഇവിടെ ആരാ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത്? നോക്കി, മണിമണിയായിട്ട് നമുക്ക് പറയാം, ചിന്തിക്കാം. ന്യായവിധി ജീവനിലേക്ക് പോകുന്നവരാരാ? നന്മ ചെയ്തവര്. അപ്പൊ നന്മ ചെയ്താൽ എവിടെ പോകും? പറ നന്മ ചെയ്താൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ഇന്നലെ പ്രസംഗിച്ച പുള്ളി എന്തോ പറഞ്ഞത്? ഇന്നലെ പ്രസംഗിച്ച അദ്ദേഹം എന്താ പറഞ്ഞത്? കൃപയാലല്ലോ, വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടു. അതിനെന്ത് വേണ്ട? പ്രവൃത്തി വേണ്ട. ഇന്ന് വന്ന പുള്ളി പറയുക, നന്മ ചെയ്താൽ എവിടെ പോകും? ഇങ്ങനെയൊക്കെയാണ് വചനം പഠിക്കേണ്ടത്. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും നിശ്ചയമായി. പക്ഷേ ഈ വിഷയം എന്തായി നന്മ? അതാ വിഷയം. എന്തായി നന്മ? അത് ചിന്തിക്കണം നിങ്ങൾ. ചെല്ലു പറയുന്നത് സ്വർഗത്തിൽ പോകുമോ? പിന്നെ ഉപദേശി, ആർക്കാ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്? ആട്ടെ, പോകണേൽ എന്ത് ചെയ്യണം? നമ്മൾ വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ആരെ ഉപദ്രവിക്കരുത്, ആരുടെ യാതൊരു മാന്തരുത്. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ നമ്മൾ യോഗ്യമായിട്ടൊക്കെ ജീവിക്കാൻ നോക്കണം. എന്നാ പോകുമോ? അതും അങ്ങോട്ട് കൃത്യമായി പറയാൻ പറ്റുകയില്ല. പ്രിയരെ, ഞാൻ പറയട്ടെ, ഇവിടെ നന്മ ചെയ്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്മ പ്രവൃത്തികളെ കുറിച്ചല്ല. കാരണം എന്താ? സങ്കീർത്തനത്തിലും റോമാലേഖനത്തിലും പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലും ഇല്ല. പിന്നെന്താ ഈ നന്മ ചെയ്യുക എന്ന് പറയുന്നത്? വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. നന്മ ചെയ്യുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവർത്തിച്ചതാണ്. അപ്പൊ ഇനി അടുത്ത പിന്നെയും ചോദ്യം വരിക, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താ? പറയാം. യോഹന്നാൻ 6:28-29 വായിക്കണം. ഞാൻ തന്നെ പറയാം. അവിടെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചില പരീശന്മാർ വന്നു. അവരൊരു ചോദ്യം ചോദിച്ചു, ഗുരു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താ ചെയ്യണം? ഇവരുടെ ചോദ്യം കേട്ടാൽ എന്താ മനസ്സിലാകുന്നത്? ഞങ്ങൾ എന്തും ചെയ്യുവാൻ താല്പര്യം ഉള്ളവരാ. കർത്താവ് എന്താ പറഞ്ഞത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ, സരസ് പറഞ്ഞിട്ട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ, ഇത് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 3 പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ 2 സ്വഭാവം. 1, നന്മ ചെയ്തവർ അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ സ്വർഗത്തിലേക്ക് പോകാൻ ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കാത്തവർ ന്യായവിധിയിലേക്ക് പോകാൻ ഉയർത്തെഴുന്നേൽക്കാം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപമോചനം പ്രാപിച്ചിട്ടുണ്ടോ? ചിലർ പറയുന്നത് ഇങ്ങനെയാ, ശരിയാ ഉപദേശി, അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. ചിലർ പറയുന്നു പൂർപ്പിക്കുമെന്ന്. അവനവന്റെ വിശ്വാസം അവനവനെ